ദൈവമേ, എന്റെ മോനൊന്ന് പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടൊന്ന് കുറഞ്ഞേനെ. അച്ഛനെന്നും പറഞ്ഞ ഒരാളുണ്ടല്ലോ, പണ്ടെങ്ങാണ്ട് ബാലയില് രാജാവിന്റെ വേഷം കെട്ടിന്ന് പറഞ്ഞ് പുള്ളി എപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്ക. ഒരു പണിക്കും പോകത്തില്ല, മകനെ കുറിച്ചൊരു ചിന്തയില്ല. ദേ മനുഷ്യനെ, ഒന്നിങ്ങോട്ട് വന്നേ. രാജാതി രാജ, ചേരാതി ചേര, മൂർഖാതി അണലി, നീർക്കോലി ഞാനൂല് മഹാരാജാവ് എഴുന്നിരുന്നു മുള്ളുന്നേ, എഴുന്നള്ളുന്നേ. വാടി വാടി മറിയക്കുട്ടി, നീയാണെന്റെ തങ്കക്കട്ടി. എടി വാടി വാടി മറിയക്കുട്ടി, എന്നും നീയാണെന്റെ പൊന്നും കട്ടി. നീ എന്റെ കരളിന്റെ ചക്കരമുത്തല്ല, നീ എന്നെ കാണുമ്പോഴേ വിത്ത വിളിക്കല. എന്നെ കണ്ടാകാതെടി കുടിക്കാൻ ഇച്ചിരി കഞ്ഞിതാടി. ഇങ്ങോട്ട് മാറും മനുഷ്യ. എന്ത്? ആരെവിടെ? ഇവിടെ എങ്ങും ആരുമില്ല. അല്ല, ആരുമില്ലാന്നറിയാം, എന്നാലും വെറുതെ ചോദിച്ചതാ. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ. ഈ നശിച്ച ആരെവിടെയും ആ പഴഞ്ചം വാടും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത്. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു. അതെവിടെയാണ്? എവിടെയാന്നോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. 100 അങ്ങോട്ട് അടുക്കാൻ മേല. ആ വാളിന്റെ കാര്യമല്ല പറഞ്ഞത്, നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ കയറി വിളിക്കുന്നോ? അയ്യോ ഈശ്വരാ, എന്തിനു നീ എന്നെ വിലയില്ലാത്ത രാജാവാക്കി മാറ്റി? എന്നാൽ നാം ഈ അന്തപ്പുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. എങ്ങോട്ട്? ചൂത് കളിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്തെ ചൂതുകളെ അങ്ങ് നിർത്തിയേക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ 4 പേരും ചൂതുകളിക്കാരായിരുന്നു. അവരെ പോലെ അടി ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയവന്മാരെ ഒപ്പിച്ച പോരെ? ഈശ്വരാ, എന്നെ എന്തിനിങ്ങനെ ഒരു വിലയില്ലാത്ത രാജാവാക്കി? ഓ എന്റെ പൊന്നു മഹാരാജാവേ, എന്നാടി? നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരുമോ? സംപൂജ്യരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ നിർത്തൂ. അയ്യോ ഇതാരാ? അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. ബാലേക്കാരനാടാ, ബാലേക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് വെച്ചാൽ ഈ നാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത്? ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ടായിരുന്നു. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പൽ അടിച്ചോ, പക്ഷെ എനിക്കിട്ടടിക്കല്ലേ. കാർത്തിക ശ്രേഷ്ഠ, അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനി ഇല്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തോ ഒരു കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട. അതിന്റെയാ ഈ കെട്ട്. എങ്ങനെ വെട്ടാതിരിക്കും? താൻ എനിക്ക് കിളി പോലൊരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന മൂങ്ങയല്ലടോ താൻ കെട്ടിച്ചു തന്നത്. മൂങ്ങ എന്താ കിളി അല്ലേ? നിങ്ങൾ വായും പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, സ്ത്രീധനം വേണ്ടോളം കിട്ടിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, എസ് ജാനകിയാണവൾ, ദലീമയാണവൾ, മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണവൾ. സിമ്പൽ അടിക്കല്ലേ. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്ന് കിടക്കുന്ന ആ യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണ് കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. കുരുത്തം കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, പ്രാന്ത, നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. ഹലോ, ഓ റോസുമച്ചരൻ സ്പീക്കിംഗ്. അതെ 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 അതെ. അയ്യോ, ഇന്നത്തെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഞാൻ ഹസ്സിനെ വിടാം. ഓ, ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? നോ 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 നോ, എന്നെയല്ല, എന്റെ മകളെ. യെസ് യെസ് യെസ്, മൈ ഓൺലി ഡോട്ടർ. ഓക്കേ, ബൈ ബൈ.
ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കന് കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷെ ഏതാ ഈ ഹനുമാൻ? എന്താ നാം ആരാണെന്ന് ഈ വാക്രീത വിക്രീതത്തോട് പുലമ്പിക്കൊടുക്കൂ. അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. അയ്യേ, ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്, എന്ത്? വിദ്യാഭ്യാസം. ജോളിഫിക്കേഷൻ. Correct. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരു തികഴ കുതിച്ചിട്ടുണ്ടടാ. ഉണ്ട്. അതാരാ? അത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൾ ആന. ആനയോ? അല്ല, ആശാൻ വള്ളിയിടാൻ മറന്നുപോയതാ. ആരെവിടെ? അതാരാ? പേടിക്കണ്ട, എന്റെ ഭർത്താവാ. അങ്ങേരെ കണ്ടാലേ ഈ നാട്ടുകാരെല്ലാവരും ഓടി ഒളിക്കും. അത്രയ്ക്ക് വൃത്തികെട്ടവനല്ലേ? Ha, stupid. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. അയ്യ പിന്നെ സത്യം പറ, ആരാ നിങ്ങള്? സാറേ, തല്ലരുത്. സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണത്. യെസ്, ഐ ആം ദ ഫാദർ ഓഫ് യുവർ മരിമോൻ. ഓക്കേ. ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണല്ലേ? ഇങ്ങോട്ട് മാറിക്കണ. എവിടെയാടാ നിങ്ങളെ കൂടി ചെറുക്കനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അല്ല, അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. Yes, sir. എല്ലാരും കൂടി എന്നെ പഠിപ്പിക്കുന്നു. പോയി വിളിച്ചോടാ, ഓടാ അവിടുന്ന്. എന്റെ അമ്മോ, പോലീസ്. ഓനെ നീ ഓടരുത്, ചാടരുത്, പേടിക്കരുത്. ഇത് നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പൻ. എടാ, നിന്റെ പെണ്ണിന്റെ അപ്പനാടാ അപ്പൻ. അപ്പാപ്പ പെണ്ണെവിടെ? അപ്പാപ്പനോ? അപ്പ പെണ്ണെവിടെ? തൊണ്ടി സാധനം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് അത് സൂക്ഷിക്കേണ്ടത്. മനസ്സിലാവടാ? എടേ, മോളെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി വിടറി. മോളോ, ഒന്നിങ്ങ് വന്നേ. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ നിന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തി ചാർജ് നടത്താം. ഇത് നമ്മെ തല്ലിക്കൊല്ലാൻ പോവുകയാണോ? എടോ, വിവരമില്ലാത്ത രാജാവേ, എന്തോ? നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരും വരെ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം. അയ്യോ, കളരിവിളക്ക് തെളിഞ്ഞതാണോ? കുന്നമരം പൂത്തുലഞ്ഞതാണോ? മാനത്തും നിന്നാനും വന്നതാണോ? മാനത്തും നിന്നാനും വന്നതാണോ? കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ? കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ? ചേട്ടാ, ചട്ടനോ? ചേട്ടാ, എന്താ? ദേ ചായ. ഇങ്ങ തന്നെ. എന്തു പറ്റി? പൊള്ളിപ്പോയി. ആട്ടെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ. എന്ത്? ചായ. അതല്ല, പിന്നെ എന്നെ ഇഷ്ടമായോന്ന്. അയ്യോ, നിന്നെ എനിക്ക് ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നേ? അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ചാ അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? അല്ല പെണ്ണെ, നിനക്കെന്താ പണി? തയ്യലാ. പോക്കറ്റ് അടിക്കുവോ? പോക്കറ്റ് മാത്രല്ല, പിന്നെ? കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടന്റെ അല്ല, തുണിയുടെ. നിർത്തൂ. പുത്രപുഷ്ട, എന്താണ് ഇവിടെ ഒരു ബഹളം കുതൂഹലം? ബ്രോക്കറെ, ഈ ഒന്നും എത്രയാണ്? 2 എന്നാലേ ഈ 2-1 എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ, പൊന്നു മോനെ, പോലീസുകാരൻ കേസ് കൊടുക്കൂന്ന് പറഞ്ഞത് അസത്യമാടാ, അസത്യം. അതുകൊണ്ട് മകനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാടാ, സൗഭാഗ്യം. ബലേബേഷ്, ബലാലേബേഷ്, നാം സന്തുഷ്ടനായി. നമ്മുടെ കുലമഹിമയ്ക്ക് ചേർന്ന പുത്രവധുവിനെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരെവിടെ? കൊട്ടാരം നർത്തകിമാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ,
വിവാഹം സമംഗളം കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ച് പൊളിക്കാം.